ഹലോ ഗൈസ്, വെൽക്കം ടു സിനിമ ഡമാൻ. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ്, DJI Action 2. കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷവും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് DJI Action 2. ഇത് കൈ കിട്ടിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇതിനെ വിശദമായിട്ട് നോക്കാനും ഇതൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഒന്നും എനിക്കിതുവരെ സമയം കിട്ടിയില്ല. ഓൾറെഡി ഞാൻ ഒന്ന് ജസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് കാരണം അൺബോക്സ് ചെയ്തിരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സെക്കൻഡ് അൺബോക്സിംഗ് ആണ്. ഈ ഒരു ബോക്സിനകത്ത് രണ്ട് ചെറിയ സ്മോൾ ബോക്സാണ് വരുന്നത്. ഒന്ന് ആക്സറി ആൻഡ് ഒന്ന് നമ്മുടെ ക്യാമറ യൂണിറ്റ്. നമുക്ക് ആദ്യം ഏത് തുറക്കണം? ആദ്യം തുറന്ന് തിരിഞ്ഞു പോയി. ഓക്കെ, യെസ്, ഇതാണ് ക്യാമറ യൂണിറ്റും ആക്സറീസ് യൂണിറ്റും സെപ്പറേറ്റ് രണ്ട് ബോക്സിലാണ് വരുന്നത്. ആദ്യം നമുക്ക് ആക്സറീസ് എടുക്കാം. ഓക്കെ, 2 വീക്സായി എൻ്റെ കിട്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. എല്ലാം തിരിച്ച് ചുരുട്ടി കൂട്ടിയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ഈ ക്യാമറ നമ്മുടെ ബോഡിയിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് ഒരു കഴുത്തിലൊരു ചെയിൻ പോലെ തൂക്കിയിടാൻ വേണ്ടിയ സാധനമാണ്. ഇതതിൻ്റെ ഒരു ക്ലിപ്പാണ്. ഇത് മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റാണിത്, ട്രൈപോഡ്സിലൊക്കെ വെക്കാനായിട്ട്. ഒപ്പം ഇതിൻ്റെ കൂടുതൽ ഒരു ഹെഡ് സ്ട്രാപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതെല്ലാം മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. കണ്ടില്ലേ, ജസ്റ്റ് എടുത്ത് അറ്റാച്ച് ചെയ്താൽ മതി. ഇനി എൻ്റെ കൂടുതൽ എൻ്റെ മാനുവലും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉള്ള വാറണ്ടി കാർഡ് പരിപാടികളൊക്കെയാണ്. അത് ഞാൻ നോക്കിയൊന്നുമില്ല, അവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ യൂണിറ്റ് ക്യാമറ ബോക്സ് എടുക്കാം. ഈ ഒരു ചെറിയ ബോക്സിനകത്താണ് ക്യാമറ. ഫസ്റ്റ്ലി ഇരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി യൂണിറ്റാണ് ആക്ച്വലി. ഈ ബാറ്ററി യൂണിറ്റിന് പകരം ഇവിടെ നമുക്ക് ഒരു ക്യാമറ മൊഡ്യൂൾ നമുക്ക് കിട്ടും, ഒരു സ്ക്രീൻ മൊഡ്യൂൾ നമുക്ക് കിട്ടും. ഒരു സ്ക്രീൻ മൊഡ്യൂളിനാകുമ്പോൾ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. ഇതിന് കുറച്ച് ബാറ്ററി ഉണ്ട്. ഇത് ഫുൾ ബാറ്ററി യൂണിറ്റാണ്. ഇനി അതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ക്യാമറ യൂണിറ്റാണ്. വളരെ കോമ്പാക്റ്റാണിത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നോ ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കാനൊന്നും എനിക്കിതുവരെ പറ്റിയിട്ടില്ല. കുറച്ച് ദിവസം എടുത്തിട്ട് അതേപടി വെച്ചുകൊണ്ട് പൊടിയും ടെസ്റ്റൊക്കെ കയറി അലമ്പാണ് മൊത്തത്തിൽ. മേളിൽ വരുന്നതാണ് പവർ ബട്ടൺ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യാം. ടാപ്പല്ല, പ്രസ് ആട്ടോ. ഫീച്ചേഴ്സിലൊക്കെ നമുക്ക് പോവാം. ഓഫ് ചെയ്ത് വെച്ചേക്കാം തൽക്കാലം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അകത്തിന് വരുന്നത് ഇതിൻ്റെ 2 കേസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ 2 കവേഴ്സ് വരുന്നുണ്ട്. ക്യാമറ മൊഡ്യൂൾ ആക്ച്വലി വാട്ടർ പ്രൂഫാണ്. ഇത് ഫൈബർ ഗ്ലാസ് കവേഴ്സാണ്. ഫസ്റ്റ്ലി നമുക്ക് ഇത് കണ്ടില്ലേ, ക്യാമറയുടെ കവർ ഇൻസേർട്ട് ചെയ്യാം. കവറിനകത്തേക്ക് ക്യാമറ ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് അത് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ടാൽ മതിയാവും. അപ്പോൾ മേളിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് ക്യാമറ ഓണായി വന്നത്. ഓഫ് ചെയ്തേക്കാം. യെസ്, ഇപ്പോൾ ഒരു മില്ലിമീറ്റർ ഓരോ സൈഡിലും വെച്ചിട്ട് എൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം കൂടിയിട്ടുണ്ട്. മേലെ ടച്ച് ആവുന്നുണ്ട് ഇടയ്ക്ക് ക്യാമറ ഓണാവുക. നമുക്ക് ഓഫ് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി മൊഡ്യൂളിൻ്റെ കവറിൻ്റെ അകത്തോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാം. സോ ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആളിവ് കുഞ്ഞനാണെങ്കിലും ഒരുമാതിരി വെയിറ്റും ഉണ്ട്. ഇവനെ കയറ്റിയിടാൻ മാത്രം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. കാരണം എങ്ങാനും ആ കേസ് അവിടെ നിന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വരെ വാങ്ങാൻ എനിക്കൊന്ന് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടുള്ളൂ. യെസ്, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് അത് അറ്റാച്ച് ചെയ്യാം.
വളരെ സിമ്പിളാണ്. ഇത് മാഗ്നറ്റിക് അറ്റാച്ച്മെൻ്റ് ആണ്, എന്നാൽ ഇത് ഹെവി സ്ട്രോങ്ങുമാണ്. യാ, ജസ്റ്റ് അറ്റാച്ച് ആവുന്ന കൂടത്തിൽ തന്നെ ലെഫ്റ്റ് റൈറ്റിലെ ക്ലിപ്പ് ഉണ്ടല്ലേ, ആ ക്ലിപ്പ് അവിടെ ജോയിൻ്റ് ആവുന്നുണ്ട്. യാ, കണ്ടോണേ. യെസ്. സോ ഇതൊരിക്കലും കൈ തെറിച്ച് പോകുന്നില്ല. ക്യാമറ മുടിയിൽ മാത്രം മാഗ്നറ്റിൽ നിന്ന് വിട്ടു പോകുന്നൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചാർജ് ചെയ്യുന്നത്, ക്യാമറ ചാർജ് ചെയ്യുന്നത് ഈ ബാറ്ററി മൊഡ്യൂൾ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ബാറ്ററി മൊഡ്യൂൾ നമുക്ക് ടൈപ്പ് സി ചാർജർ വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ പുറകെ വരുന്നതാണ് അല്ലേ. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് 4K വീഡിയോ, 4.3K വീഡിയോസൊക്കെ നമുക്കെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിലും ഫീച്ചേഴ്സിനെ പറ്റി എനിക്കറിയില്ല, ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. കിടിലൻ വീഡിയോ, ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ.